ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് അല്ലേ? ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് നോട്ടീസ്. തിങ്കളാഴ്ച തിരുവനന്തപുരം ഡിസ്ട്രിക്ട് പോലീസ് കമാൻഡ് സെന്ററിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് അല്ലെന്നും വിവരശേഖരണത്തിനാണെന്നും നോട്ടീസിൽ പരാമർശമുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ചോദ്യം ചെയ്യലിനല്ല, വിവരശേഖരണത്തിനാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു സ്വാഭാവിക നടപടിയാണോ? പ്രവിത, അങ്ങനൊന്നും അല്ല കാര്യം. കാരണം ഈ ചോദ്യം ചെയ്യലിനല്ലെന്നും വിവരശേഖരണത്തിനാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്നത് ചോദ്യം ചെയ്യൽ തന്നെയാണ് എന്ന് 100% ഉറപ്പിക്കാം. ഇത് പോലീസിന്റെ ഒരു തന്ത്രം തന്നെയാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ വിവരശേഖരണത്തിനായി വിളിച്ചു വരുത്തി, ഇനി വിശദമായ ചോദ്യം ചെയ്യൽ വേണം, അതിന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് സുപ്രീം കോടതിയെ അറിയിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കുക. അങ്ങനെ ഒരു തന്ത്രം ഒരുപക്ഷെ പോലീസ് കരുതുന്നുണ്ടാവണം. അതിന്റെ ഭാഗമായാണ് ഒരു വിവരശേഖരണം എന്ന രീതിയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് കമാൻഡ് സെന്ററിൽ ഹാജരാകാനാണ് നിർദ്ദേശം. തിങ്കളാഴ്ചയാണ് ഹാജരാകേണ്ടത്. 10 മണിക്ക് അവിടെ ഹാജരാവുകയും വേണം. വിവരശേഖരണം എന്നൊക്കെ പോലീസ് പറയുന്നെങ്കിലും അത് വിശ്വസിക്കേണ്ട. കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു തന്ത്രം സ്വീകരിച്ച് വിവരം ശേഖരിച്ചപ്പോൾ കഴമ്പുണ്ടെന്ന് തോന്നി, ഇനി കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യൽ വേണം എന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കുക എന്നുള്ളതായിരിക്കും പോലീസിന്റെ ലൈൻ. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ന് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് ഒരു കത്ത് നൽകിയിരുന്നു. ഞാൻ ചോദ്യം ചെയ്യലിന് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് അന്വേഷണ സംഘം വളരെ കരുതലോടുകൂടിയാണ് നീങ്ങിയത്. കാരണം സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഏതെങ്കിലും തരത്തിൽ ആ കത്തൊക്കെ അനുകൂലമായി ഉപയോഗിക്കും, ഞാൻ അന്വേഷണ സംഘത്തിനോട് സഹകരിക്കുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി സിദ്ദിഖിന് ഉപയോഗിക്കാൻ കഴിയുന്നൊരു കത്താണത്. പക്ഷേ അവിടെ ഇപ്പോൾ അന്വേഷണ സംഘം മറിച്ചൊരു നോട്ടീസ് നൽകുന്നു. അതും ചോദ്യം ചെയ്യാനല്ല, വിവരങ്ങൾ ശേഖരിക്കാനാണെന്ന് പറയുന്നു. അപ്പോൾ ഇനി ഒരു ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താനോ കസ്റ്റഡിയിൽ വെക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഒക്കെയുള്ള സാധ്യത അവിടെ നിലനിർത്തിക്കൊണ്ടുള്ളൊരു നീക്കം അന്വേഷണ സംഘവും നടത്തുന്നു.